എല്ലാവർക്കും വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും ചിലപ്പോൾ കയ്യിൽ പണം നിൽക്കാറില്ല അല്ലേ? അനാവശ്യമായ ചിലവുകളൊക്കെ വന്ന് കടബാധ്യതകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന് കാരണം നിങ്ങളുടെ വീട്ടിലെ അലമാരയുടെ തെറ്റായ സ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീട്ടിലെ അലമാരകൾ, പ്രത്യേകിച്ച് പണവും സ്വർണവും സൂക്ഷിക്കുന്ന ലോക്കറുകൾ ഒക്കെ വെക്കുന്നത് കൃത്യമായ നിയമങ്ങളൊക്കെ ഉണ്ട്. ശരിയായ ദിശയിൽ വെക്കുന്ന ഒരു അലമാരയ്ക്ക് നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറ്റി വലിയ സാമ്പത്തിക പുരോഗതി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അലമാര ഏത് ദിശയിൽ വെക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വാസ്തുശാസ്ത്ര പ്രകാരം കനമുള്ള സാധനങ്ങളും പണപ്പെട്ടികളും വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. ഈ ദിശയിൽ അലമാര വയ്ക്കുമ്പോൾ അതിൻ്റെ പിൻഭാഗം തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ആയിരിക്കണം. അതായത് നിങ്ങൾ അലമാര തുറക്കുമ്പോൾ വടക്ക് ദിക്കിലേക്കോ അല്ലെങ്കിൽ കിഴക്ക് ദിക്കിലേക്കോ ആയിരിക്കണം വാതിൽ തുറക്കേണ്ടത്. വടക്ക് ദിശ എന്നത് ധനദേവതനായ കുബേരൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അലമാര വടക്കോട്ട് തുറക്കുമ്പോൾ കുബേരൻ്റെ അനുഗ്രഹം ആ വീട്ടിലേക്ക് വരികയും സമ്പത്ത് ഇരട്ടിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. വടക്ക് കിഴക്ക് മൂല, അതായത് ഈശാനകോൺ ആയ അവിടെ ഒരിക്കലും കനമുള്ള അലമാരകൾ വെക്കരുത്. ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തടയുകയും കടബാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. പണം സൂക്ഷിക്കുന്ന ലോക്കറുകൾ ഇവിടെ വന്നാൽ വെള്ളം പോലെ പണം ഒഴുകിപ്പോകുമെന്നാണ് പറയുന്നത്. തെക്ക് കിഴക്ക് മൂല, അഗ്നികോണിൽ അലമാരയോ ലോക്കറോ വന്നാൽ അനാവശ്യമായ തർക്കങ്ങൾ, കോടതി കേസുകൾ, മെഡിക്കൽ ചെലവുകൾ എന്നിവയ്ക്കായി പണം നഷ്ടപ്പെടുന്നതായിരിക്കും. അലമാരകൾ ഒരിക്കലും ചുമരുമായി തൊട്ടുരുമി നിൽക്കരുത്. കുറഞ്ഞത് 1-2 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ചുമരും അലമാരയും തമ്മിൽ ഉണ്ടായിരിക്കണം. ഇത് പോസിറ്റീവ് ഊർജത്തിന്റെ സുഗമമായ ഒഴുക്കിന് സഹായിക്കുന്നതാണ്. അലമാര പുറത്തുനിന്ന് ശരിയായ ദിശയിൽ മാത്രം പോരാ, അതിനകത്തെ ക്രമീകരണങ്ങളും പ്രധാനമാണ്. അലമാരയ്ക്കുള്ളിൽ ഒരിക്കലും അനാവശ്യമായ പഴയ ബെല്ലുകൾ, കീറിയ വസ്ത്രങ്ങൾ, ഉപയോഗശൂന്യമായ സാധനങ്ങൾ എന്നിവ കുത്തിനിറയ്ക്കരുത്. ഇത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. ലക്ഷ്മി ദേവി എപ്പോഴും വൃത്തിയുള്ള ഇടങ്ങളിലാണ് വസിക്കുന്നത്. പണവും വിലപിടിപ്പുള്ള രേഖകളും സ്വർണവും എപ്പോഴും അലമാരയിലെ മുകളിലത്തെ തട്ടുകളിലോ വടക്ക് ഭാഗത്തുള്ള ചേർന്നുള്ള ലോക്കറിലോ സൂക്ഷിക്കുക. അലമാരയുടെ വാതിലിന്റെ പുറത്ത് വലിയ കണ്ണാടികൾ വരുന്നത് ബെഡ്റൂം വാസ്തുപ്രകാരം അത്ര നല്ലതല്ല. അത് കട്ടിലിന് നേരെയാണെങ്കിൽ ദാമ്പത്യ കലഹങ്ങൾക്കൊക്കെ കാരണമാകും. എന്നാൽ ലോക്കറിന് ഉള്ളിൽ ഒരു ചെറിയ കണ്ണാടി വെക്കുന്നത് പണം ഇരട്ടിക്കുന്നതായി പ്രതിഫലിക്കുന്നു. നിങ്ങൾക്ക് നിലവിൽ അലമാരയുടെ സ്ഥാനം മാറ്റാൻ സാധിക്കില്ലെങ്കിൽ ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യാം. പണം വയ്ക്കുന്ന ലോക്കറിനുള്ളിൽ ഒരു ചുവന്ന പട്ടുതുണി വിരിച്ച ശേഷം അതിന് മുകളിൽ പണം സൂക്ഷിക്കുക. ചുവപ്പ് നിറം ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ടതാണ്. ലോക്കറിനുള്ളിൽ ഒരു ചെറിയ വെള്ളി നാണയമോ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കർപ്പൂരവും ഏലയ്ക്ക ഒരു ചെറിയ കിഴിയാക്കി കെട്ടിവെക്കുക. ഇത് നല്ല സുഗന്ധം നൽകുന്നതിനോടൊപ്പം പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുകയും ചെയ്യും. അലമാരക്കുള്ളിൽ വെള്ളി കൊണ്ടുള്ള ചെറിയ സ്വസ്തിക് ചിഹ്നമോ ലക്ഷ്മി ദേവിയുടെ ചിത്രമോ ഒട്ടിക്കുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ നിങ്ങളിലൂടെ വീട്ടിലേക്ക് ഐശ്വര്യം സമ്പത്തും കൊണ്ടുവരാൻ അലമാര വാസ്തുവിന് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വാസ്തു അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.